ഹായ് ഹലോ നമസ്തേ എല്ലാവരും എങ്ങനെയുള്ളവരെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പിള്ളേർക്കുണ്ടല്ലേ സ്കൂൾ രജ പരല ഉള്ളൊരു രണ്ടാളും രജ എന്താ ശല്യം കൊണ്ടല്ലേ ഇന്നല്ല ഫുട്ബോൾ മാച്ച് ഉണ്ടായല്ലേ ഫൈനൽ. അങ്ങനെ പിള്ളേർക്ക് ഇന്ന് രജ കിട്ടിയില്ലേ തിങ്കളാഴ്ച. പിള്ളേരന്തോ ഹാപ്പി ആയിട്ടുള്ളവർ. അപ്പോൾ ഇന്നുണ്ടല്ലേ കാലത്തെ ഒരുക്കത്തെ പണിയെല്ലാം എൻ്റെത്, ചായൻ്റെതും ക്ലീനിങ് എല്ലാം ആയി. ഇപ്പം ഞാൻ ഈ ഉച്ചക്ക് കറിയാക്കണം. ഇപ്പോൾ കറിക്ക് ചവിത്ത പിന്നെ ഉണ്ടല്ലേ എട്ടി കൊടുന്നിനി. അങ്ങനെ അതിൻ്റെ ഒരു കറിയാവണിപ്പോൾ. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇപ്പോൾ കറിയാക്കാം. ചോറ് ഞാൻ ഇതിൽ വെച്ചിന് എന്ത് കൊത്തണ്ട ചൈന പൊറലി അത് കാലത്ത് തന്നെയാണ് അതൊരു പണി. അങ്ങനെ അതിനെ വെച്ചിന് ഇപ്പം എനിക്ക് കറിയാവണം. ഞങ്ങൾ ഇപ്പോൾ ഫസ്റ്റക്ക് കറിയാക്കാം. അപ്പോൾ എട്ടി ഉണ്ടല്ലേ ഞാനിവിടെ ക്ലീൻ എല്ലാം ആക്കിയിട്ട് വെച്ചിനത് തോലെല്ലാം എടുത്തിട്ട്. എന്താ ഇത് നാട എട്ടിയായിട്ടിരിക്കണം, മറ്റേ നാട്ടിൽ തന്നെ ആക്കുന്നത് ആ എട്ടിയായിട്ടിരിക്കണം. പിന്നെ ഉണ്ടല്ലേ ചൗത്തവും അങ്ങനെ ഇപ്പോൾ കട്ടാക്കിയിട്ട് വെച്ചിന്. ഇപ്പോൾ ഇതിനെ ബേവന് വെക്കണം. ഇവിടെ ഒരു ടൊമാറ്റോ ഒരു നീരുള്ളി ഇതിനിപ്പോൾ ഇതിലൊക്കെ ഇട്ടിട്ട് ബേവന് വെക്കാം. ഇതിനാ ചൗത്തക്ക് ബേവന് വേണ്ട ഇത്ര തണ്ണി വിത്താ. ചൗത്ത ഞാനിപ്പോൾ അവന് വെച്ചേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കടയാനിടണം എട്ടി പിന്നെ ചൗത്ത കറി. ഇന്ന് ഭാര്യ ഒരു ടേസ്റ്റിൻ്റെ കറി നോക്കാം. ഇതിലൊക്കെ ഒരു നല്ല ഒരു മസാല റെഡിയാക്കാം. പിള്ളേർക്കും അങ്ങനെ എട്ടി വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ മാമുൻ്റെ എട്ടി എന്നെ കൊണ്ടുവരാൻ ചൊല്ലിയത്. അങ്ങനെ ഇപ്പോൾ റപ്പ ഒരു എട്ടി പിന്നെ ചൗത്തൻ്റെ കറി ആക്കാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇനി ഗ്രൈൻഡർ അരക്കാനിടുന്നയാ. ഇത് തേങ്ങ ചരച്ചിട്ട് ഞാനില്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നെ ഇടുന്നിപ്പോൾ ഇപ്പം ഞാനില്ലേ മുളക് ഇട്ടോണ്ടുണ്ടോ. മുളക് ജാസ്തി ഇട്ടോണ്ടില്ല, കാരാവണിട്ടില്ല. ഇത് മതി. ഒരു എത്ര ഒരു 10 മുളക് ഇട്ട ഞാൻ. ഇത് കൊത്തമ്പരി എല്ലാം ബರ್ತത്, മുളക് ബರ್ತത്, കൊത്തമ്പരിയും ബರ್ತത് തന്നെ. കുറച്ച് മഞ്ഞപ്പൊടി, ഇതിപ്പോൾ ഇത്ര ചണ്ണാട്ട്. ഇനി ജീരക, വെള്ളുള്ളി, പിന്നെ കുറച്ച് പുളി ഇടണം. അത് ഞാൻ പിന്നെ ഇടുന്നത്. ചൊറു ചണ്ണായ പിന്നെ ഇടുന്നത്. ഇനി 3 ഐറ്റം പിന്നെ ഇടുന്നത്. നമ്മയ ഹോംവർക്ക് ആക്കി കൊണ്ടുള്ള ഇപ്പോൾ ഞാൻ ഷോടൊക്കെ പോയിനെന്താ എന്താ പിന്നെന്ത് ഡ്രോയിങ് ഡ്രോയിങ് ആക്കിക്കൊണ്ടുള്ള. നിയാൻഷ തോട്ടൊക്കെ പോയിനൊരു ഡൗട്ട്. നിയാൻഷ താത്തന്നെ ഉള്ള നാന്ന്. നിയാൻഷ ഈ ചക്കൻ ആരി പൊടിച്ച് വെക്കുന്നത്. മാമ പോയി നിയാൻഷിനെ തേടിയോണ്ട്. താത്തൊരിക്കണോ ദൊടപ്പൻ്റെ പേരെല്ലാം ഉണ്ട്. നിയാൻഷു താഴത്തെ പേരിലുള്ള ദൊടപ്പൻ്റെ പേരിലുള്ളല്ല. അവർക്ക് റജ അല്ലേ. അവിടെ അവൻ്റെ 2 അണ്ണമാരുള്ളരി ട്വിൻസ്. ಅವರು പ്രണയ് അങ്ങനെ നല്ല അവരൊക്കെ ഗുದ್ದലിടനോന്. അങ്ങനെ കാലത്ത് തന്നെ പോയിനോ, ചായ കുടിച്ചിട്ട് അവിടെയൊക്കെ പോയിനോ. ഇനിയിപ്പോൾ ചോറ് അവിടെ തന്നെ വയ്ക്കുവാ. ഞാൻ ചെന്നാട്ട് നല്ല മഴ ഇന്ന്. ജാവ് ഇപ്പം ഇല്ല, ജാവ് നല്ല മഴ വന്നിന്. നല്ല കട്ടി ഉറങ്ങിയത്. എണിക്കുമ്പോക്ക് എത്ര ഇന്ന് എണിക്കുമ്പോക്ക് 8 മണി കഴിഞ്ഞിന്. ഇന്ന് എണിക്കുമ്പോക്ക് ഭാര്യക്കൊസിൽ ഉറങ്ങിയത്. പിള്ളേർക്ക് രജ അല്ലേ. എപ്പോഴും എണിച്ചിട്ട് അല്ല കാലത്ത് എണിക്കാനാന്നില്ല ഇല്ലെങ്കിൽ പിന്നെ എണിക്കുന്നത് പിള്ളേരെ സാലൊക്കെ അയക്കണമല്ലോ. എന്നിട്ട് കാലത്താകുമ്പോൾ എന്നാവാ ജാസ്തി ഉറക്കം വരുന്ന കാലത്താകുമ്പോൾ തന്നെ. ഈ മഴയെല്ലാം വരുമ്പോൾ കൊണ്ടല്ലേ കാലത്ത് എണിക്കാൻ ഉദസ്സിനാന്ന്.
പിന്നെ അൽറാമെല്ലാം വെച്ചിട്ട് എണിക്കുന്നതില്ല. അൽറാമില്ലെങ്കിൽ ഞങ്ങൾ എണിക്കന്നെ ഇല്ല. അത് നമ്മേനെ കാലത്ത് ബേം കൊണ്ടുപോകാനുണ്ടല്ലേ, അങ്ങനെ വർക്കെല്ലാം ഇതാണ്. അയജാവും ഈ പിള്ളേർ ബേ ഉറങ്ങുന്നേരം അതും ഇല്ല. ഞങ്ങൾ മിന്നെല്ലാം ഉണ്ടല്ലേ ഒരു 8 മണിയാകുമ്പോഴേക്കന്നെ 9 മണിയാകുമ്പോഴേക്കന്നെ ഉറങ്ങിയോണ്ടേ. അല്ല അപ്പോൾ മൊബൈൽ TV എല്ലാം അങ്ങനെ ഇല്ലല്ലേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് വർക്കേ വരുന്നില്ല. നല്ല വെയിൽ മറിയുന്നതാണിപ്പോൾ. നല്ലല്ല ഒരു എന്ത് വെളുക്കുറി കായനിങ്ങനെ ഞാൻ തുണി കത്തിട്ടില്ല ഇന്ന്. എനക്ക് വച്ച് മയക്ക് കഥനി കറി ഒന്നാക്കിയിട്ട് ചോറ് വയ്ക്കണം. തെങ്ങിൻ്റെ തൈനുണ്ടല്ലേ, 2 തെങ്ങിൻ്റെ തൈനവ് കൊത്തിന്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ ആക്കണം. ഇതില്ലേ ഫുള്ള് ഗലേജുണ്ട്. ഇപ്പല്ല അരകാലത്ത് 2 കൊത്തിന്. നല്ല വെയിൽ ഇതാണ്. എന്ത് കൊത്തുണ്ട ഒരു വെളി വന്നൂടെ ഇല്ലെങ്കിൽ ഒരു ഇരുട്ട് പോലെ ഉണ്ടായി ഞങ്ങൾക്ക് ബാക്ക് സൈഡിൽ. പിന്നെ മണ്ണ് ഇടിഞ്ഞിന്. അത് ഞങ്ങളെ ജാഗല്ല വേറെ ഓർതു. അത്ര ഹൈറ്റ് എന്തില്ലോ, അത് അത്ര ഉള്ളത്. അത്ര അല്ല ബീണെങ്കിൽ കല്ലിതാവോ, കല്ലി മുങ്ങു ആയെങ്കു അങ്ങനെ മീത്തല്ല ലെവലുണ്ട് അപ്പറ. എന്താ അങ്ങനത്തെ ഇതല്ല. ഇനി അവർ അതിനെ ലെവലാക്കുമാര് ജാഗന. ഞങ്ങൾ എന്താക്കുന്നതല്ലേ. ഞാൻ പിന്നെ അത് മണ്ണിരിക്കട്ടെ, എനിക്ക് വേണാവും പൂൻ്റെ തൈക്ക് അങ്ങനെ വെച്ചിന്. ഇനി പിന്നെ മെറ്റി ക്ലീൻ ആക്കാൻ തെങ്ങിനെല്ലാം കൊത്തിയിട്ട് ഇതവിടെ രാസിട്ടിനരി ഇല്ലെങ്കിൽ ഉണ്ടല്ലേ. ഈ പടക്ക് പേരെന്നെ പേടിയാന്ന് ജാസ്തി. തെങ്ങിൻ്റെ തേങ്ങ വീണോണ്ടാഞ്ഞ് അത് ഇടി അടിച്ചിട്ടുണ്ടല്ലേ തെങ്ങ് പോയത്. 2 തെങ്ങ് പോയതായിന് അതിൻ്റെ എഫക്റ്റ് വന്നിന്. ഒരു തെങ്ങക്ക് ഇടി വീണത്, പിന്നെ ഒരു തെങ്ങക്ക് അതിൻ്റെ റവി അടിച്ച് ചെന്നല്ലേ. അങ്ങനെ ആയിട്ട് അതും പിന്നെ അതിൻ്റെ വാലെല്ലാം വീണോണ്ടായി. അങ്ങനെ പിന്നെ ഓർ വന്നേരം ആര് കൊത്തണ്ട കൊത്തുന്നോർ വരുന്നേര് ബയ്യന്മാരെന്ത് UP ക്കാർ അവരെല്ലാം ഈ കുറച്ചത്തിലാന്നല്ലേ. അങ്ങനെ 2 തെങ്ങനവ് കൊത്താൻ ചെല്ലി മാമു. അങ്ങനെ 2 കൊത്തിയിട്ടെടുത്ത്. ഇനി പിന്നെ നോക്കാം. പിന്നെ എന്തായെങ്കിൽ ഈ സൈഡിൽ എന്തായെങ്കിൽ ആക്കാം. പിന്നെ ഒരു തെങ്ങിൻ്റെ തൈ നടണോ, ഈ തുണിക്കത് നടക്ക ഒരു ചെറിയ ഒരു തെങ്ങിൻ്റെ തൈ കൊണ്ടിട്ട് നടണം. തേങ്ങാന്നല്ലേ അങ്ങനത്തെ തൈ നടാന്ന് നോക്കാം എന്തെല്ലാം നെൽത്തി. ഇപ്പോൾ വെള്ളുള്ളി ഇട്ടുകൊണ്ടുള്ളേ ഒരു 4 എസള്. പിന്നെ പുളി ഇടാം ഒരു ചോറും. പുളി കുറച്ച് മതി. ടൊമാറ്റോ ഇട്ടിനി. പിന്നെ ചൗത്തയിൽ കുറച്ച് പുളി ഉണ്ടല്ലേ, കുറച്ച് ഇടാം. പിന്നെ ജീരിക മതി, ഒരു 1/2 സ്പൂണിൻ്റെ അത്ര. ചണ്ണായണ്ട് വന്ന് അല്ല ഇതിപ്പോൾ ജീരിക ഇട്ടല്ലേ, അത് കുറച്ച് ചണ്ണാവും. ചണ്ണാട്ട് നമ്മെ ചിത്ര ആക്കിയോണ്ടുള്ള ചിത്ര നേരായിട്ടില്ല. എന്തിത് ടയറാ? BMW ഞാൻ വെച്ച കാറൊന്ന് BMW. എന്ത് എടുക്കുന്ന പ്ലാൻ ഉണ്ടാ? എപ്പോ BMW നോക്കാം. ഈ വീഡിയോ എല്ലാവരും നോക്കിക്കൊണ്ടുള്ളവർ നോക്കാം. നമ്മ BMW എടുക്കുന്നല്ല നോക്കാം. അങ്ങനെ ഞങ്ങൾ വിന്നറിൻ്റെ ഡബ്ബി ഇതെവിടാ ആയിട്ടില്ല. എത്രയായി? 400 ആയാന്നല്ലേ? 400 500 300 അല്ല. ഇന്നെ ഏതിനാ ഇനി മുഞ്ഞാന്ന് 300 ഇന്നെ ഞാൻ ഇട്ടിനി ഏതിട്ടല്ല. മഴ വരുന്നില്ല ഇപ്പം. മഴ നിന്നിനി. എൻ്റെ സ്കൂട്ടിക്ക് ഒരു പുതിയ കവർ എടുത്തിന്, നോക്കില്ല. ഇല്ല അമ്മയ്ക്ക് ചണ്ടിയാന്നത് മീഷോന്ന് എടുത്തത്. ഇവിടെ ഇപ്പം അരപ്പ് എടുത്തിട്ടുണ്ടല്ലേ. ചൗത്ത വെന്തിന ഇതിലേക്ക് ഇട്ട ഞാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് തണ്ണി വിത്തിട്ട് കുറച്ചൊരു ഇതിനെ തെളിപ്പാക്കാം. കറി ഇപ്പോൾ നല്ല പഴച്ചോണ്ടുണ്ടു. ഇപ്പം നങ്ങ ഉണ്ടല്ലേ എട്ടിടാ. ഉപ്പെല്ലാം ഇട്ടിട്ടായിരുന്നു പെട്ടെന്നെ. ഇനിയിപ്പോൾ നല്ല ഇതൊരുക്ക മീൻ വേവട്ടെ. നല്ല ഇതിനൊരു പഴച്ച പിന്നെ കറി റെഡിയാണ്.
പാക്കറ്റ് മൂടിയിട്ട് വെക്കാം. അങ്ങനെ ആ കറി ಅಂತೂ ರೆಡಿಯಾയി. ഇപ്പം ഞങ്ങൾ ബേക്കുവാനിപ്പോൾ ഞാനില്ലേ ചോറ് വിളമ്പിയോണ്ടുള്ളേ. അങ്ങനെ നിയാൻഷ് ಬಂದಿತ್ತಲ್ಲ, ಅವ್ನು ತಾಯತ್ತ ಬರಲಿ ಎಣ್ಣೆ ಉಳ್ಳ ಕಾಣೋಣ ಅವಡನ್ನೇ ಬೇಕನ್ನ ಕಾಣೋಣ. അങ്ങനെ ഞാനിപ്പോൾ ഞങ്ങൾക്ക് മാത്രം ഇപ്പോൾ ചോറ് വിളമ്പിയോണ്ടുള്ളേ. പിന്നെ ഉണ്ടല്ലേ കറി ഉണ്ടല്ലേ ഭാരി ടേസ്റ്റ് ആയിനാവ ചൗത്ത പിന്നെ എട്ടിൻ്റെത്. മഴക്കാലത്തുണ്ടല്ലേ ഇങ്ങനത്തെ കറി ആക്കിയിട്ട് ബേക്കുവാനും ഉണ്ടല്ലേ ഭാരി കൊസിയാണ്. അപ്പോൾ നിങ്ങളും ഒരിക്കൽ ഇതേപോലെ ട്രൈ ആക്കിയിട്ടെല്ലാം നോക്കി. ഞാൻ ഈ എണക്കറിയുന്ന രീതിയിൽ ഞാൻ ഈ എട്ടി പിന്നെ ചൗത്ത കറി ആക്കിനി. കുറേ ആൾ വേറെ വേറെ സ്റ്റൈലിലെല്ലാം ആക്കുന്നവരായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കൊണ്ടല്ലേ ലൈക്ക് ആക്കി കമൻറ്റ് ആക്കി പിന്നെ എൻ്റെ ചാനൽക്ക് സബ്സ്ക്രൈബ് ആക്കി. അപ്പോൾ എല്ലാവർക്കും ബൈ.